അതിന്റെ ഒരു സാധനം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ അത് ചെയ്താൽ മതി എന്നുള്ളൊരു ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ ആ ധാർഷ്ട്യം തന്നെയാണ് ഇവരെ പോലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നീ തമ്പുരാനാണേലും ഒരു മൈരുമില്ല എന്നുള്ള വാക്ക്, ആ വാക്കാണ് അവരെ ചൊടിപ്പിച്ചത്. അതെന്താ അവർക്കത് പാടിക്കൂടെ? അതെന്താ അവർക്ക് വിമർശിക്കാൻ പാടില്ലേ? നിങ്ങൾ മറന്നു പോകുന്ന ജാതിയെ അയാൾ ഓർമ്മിപ്പിക്കുകയാണ്. ആധുനിക കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ എത്ര പേര് ജാതി വിശ്വസിക്കുന്നുണ്ട്? സാറ് പറയുന്നത് കേട്ടില്ലേ? ഇവിടെ ജാതി പറഞ്ഞത് വേടനാത്രേ. വേടനാണ് ജാതി ഓർമ്മിപ്പിച്ചത്. ഈ ആർ ഞാൻ വെല്ലുവിളിക്കുന്നു. സാറിനോട് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ചില നിഷ്പക്ഷമായ ആളുകളെന്ന് ധരിപ്പിക്കുന്നവർ ഒരു വിവാഹം വന്നിരുന്നാൽ പോലും സ്വന്തം ആൾക്കാരാണോ അല്ലയോ എന്ന് ചിന്തിക്കാത്തൊരു കുടുംബം പോലും ഈ കേരളത്തിലില്ല, പ്രണയ വിവാഹം ഒഴികെ. പ്രണയവിവാഹങ്ങളല്ലാതെ ഏത് വിവാഹം എടുത്തിരുന്നാലും, അത് ഹിന്ദുവിലായിരുന്നാലും ക്രിസ്ത്യാനിയിലായിരുന്നാലും മുസ്ലിമിലായിരുന്നാലും ഏത് മതത്തിലായിരുന്നാലും സ്വന്തം ആൾക്കാരും സ്വന്തം കൂട്ടക്കാരെയും തിരയുന്നതാണ് ഇവിടെ ആദ്യം നടക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം, എൻ്റെ മകളെയോ എൻ്റെ പെങ്ങളെയോ എൻ്റെ ജാതിയിലേക്കാളും താഴ്ന്ന ഒരുത്തന് കല്യാണം കഴിച്ച് കൊടുക്കുമെന്നും അത് നിങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ തീരും ഇവിടെ ജാതി ഇല്ല എന്നുള്ളൊരു പ്രശ്നം. വേടൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും നിറത്തിനോടും ജാതിയോടും കാണിക്കുന്ന അവഗണന തന്നെയാണ്. വേടനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നേരിട്ട അവഗണനയ്ക്കെതിരെ ഒരു ശബ്ദമായി, ഒരു തീയായി ഉയർന്നു വന്ന വ്യക്തി തന്നെയാണ് വേടൻ. അതിൽ നിങ്ങൾ ഇനി അതിനെ റൂട്ട് തിരിച്ചിട്ട് വേടനാണ് ജാതി പറയുന്നത് എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇനി എന്തൊക്കെ കഥകൾ ഉണ്ടാക്കിയിരുന്നാലും ആ മനുഷ്യന്റെ വരികൾക്ക് പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ആ മനുഷ്യന്റെ വരികളുടെ ശക്തിക്ക് കൂട്ടുപിടിക്കാൻ ഒരുപാട് ജനങ്ങളുണ്ട്. നിങ്ങൾ ഇനി കാലം എത്ര പമ്പരം കളിച്ചിരുന്നാലും ശരി തന്നെയാണ്, വേടനെ തകർക്കാൻ നിങ്ങൾക്കാകില്ല.